നമസ്കാരം. അങ്ങനെ നിയമസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി നടന്നിരിക്കുകയാണ്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഒരു ചിരി കൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇല്ലാതാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ജി സുധാകരനും പിണറായി വിജയനും സംസാരിക്കുന്ന, ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇപ്പൊ നാളെ മുതൽ വീണ്ടും സഭ ആരംഭിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം ഏതൊക്കെ വിഷയങ്ങളാകും സ്വാഭാവികമായും വി ഡി സതീശൻ സർക്കാരിനെതിരെ ഉന്നയിക്കുക, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിലാകും വി ഡി സതീശൻ സർക്കാർ ആടി ഉലയാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം, അതായത് ഭരണപക്ഷത്തെ വിറപ്പിക്കാൻ വേണ്ടി, നിർത്തിപ്പൊരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിൽ ഇന്നലെ നടന്ന ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് കാണിച്ചു കൂട്ടിയ ആ തേർവാഴ്ച തന്നെയാകും. അതായത് ആ പേരിൽ അവിടുത്തെ സമരം ചെയ്ത ജനങ്ങളെ, അതായത് ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തവരുടെ നെഞ്ചത്താണ് ബൂട്ടിട്ട് ഷൂ കൊണ്ട് പോലീസ് ചവിട്ടിയത്, ലാത്തുകൊണ്ട് അടിച്ച് വീഴ്ത്തിയത്. അവിടുത്തെ സമരം ചെയ്ത അമ്മമാരെയും അതുപോലെ തന്നെ വൃദ്ധരെയും ഒക്കെയാണ്, ഹൃദ്രോഗികളടക്കം അതിക്രൂരമായി പോലീസ് ആക്രമിച്ചു. അപ്പോൾ ഈ വിഷയം എന്തായാലും അവിടെ വലിയ ഒരു വിഷയമായി തന്നെ പിണറായി വിജയൻ റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും റൈസ് ചെയ്യേണ്ട കാര്യമാണ്. എന്തെന്നാൽ പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു മയവുമില്ലാത്ത പോലീസായിരുന്നു. പോലീസൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചു മെതിക്കുകയായിരുന്നു എന്നൊക്കെയല്ലേ വി ഡി സതീശൻ പറഞ്ഞു വരുത്തിയിരുന്നത്. പോലീസുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂണ്ടകളാണ് എന്നൊരു പ്രതീതിയാണ് സൃഷ്ടിച്ചിരുന്നത്. പിണറായി വിജയന്റെ ഗുണ്ടകളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ പോലീസ് ഇത്തരത്തിൽ വഴിവിട്ട് ഇത്തരം ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരം സമരം നടത്തുന്ന ആളുകൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് UDF ഭരണത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അതിന്റെ ആവർത്തനം ഈ സതീശന്റെ ഗവൺമെന്റിൽ നമ്മൾ കാണുന്നു എന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഈ വിഷയം അവിടെ റൈസ് ചെയ്യുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്യും. അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വി ഡി സതീശൻ തീർന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അറിയാതെ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇതിന്റെ ചുമതലയുള്ള മന്ത്രിയാണല്ലോ അദ്ദേഹവും ഇതിന് ഉത്തരം പറയേണ്ടി വരും. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഈ ഒരു വിഷയത്തിൽ തുല്യ പങ്കാളികളാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും പ്രതിരോധത്തിലാകാൻ പോകുന്ന മനുഷ്യരാണ്. ഈ ഉച്ചവരെ പ്രശ്നമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ പോലീസ് പ്രകോപിതരായി അവിടെ ഈ സമരക്കാരെ ആക്രമിക്കുന്നു. ആ സമരക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. ആ പിരിഞ്ഞു പോകുന്ന സമയത്താണ് ആക്രമിക്കുന്നത്. പെട്ടെന്ന് ആരുടെയൊക്കെ സമ്മർദ്ദം മൂലമാണ് അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ആരാണ് അതിന് പിന്നിൽ എന്ന് അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയോ ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഇവിടെ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാതെ പോലീസ് അത് ചെയ്യില്ല, തീർച്ചയാണല്ലോ. അപ്പോ ഇവർ രണ്ടുപേരും ഇതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല UDF അധികാരത്തിൽ വന്ന് 3-ാം ദിനം തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല സംഭവങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ അധികാര ഹുങ്ക് കാണിച്ചുകൊണ്ടൊക്കെ ചില ഗൂണ്ടായിസം കാണിക്കുന്ന വീഡിയോകളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഈ നാളെ പ്രതിപക്ഷം ഒരു പക്ഷേ സഭയിൽ സംസാരിക്കാൻ പോവുക. അത്തരത്തിൽ സഭയിൽ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ വി ഡി സതീശന് പറയാൻ എന്താണ് ഉണ്ടാവുക, തിരിച്ച് എന്ത് ഉത്തരമാണ് ഉണ്ടാവുക, എന്തുത്തരം പറഞ്ഞാലും അത് ന്യായീകരണമായി മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിലകയറ്റമാണ്. വിലകയറ്റം രൂക്ഷമാവുകയാണ്. ഇപ്പൊ മിൽമ പാലിന് വില വർദ്ധിച്ചിരിക്കുന്നു. അത് പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ ഒരു ശ്രമവും നടത്തുന്നില്ല. മിൽമ പാലിന് മാത്രമല്ല സകലത്തിനും തീ പിടിച്ച വിലയിലേക്ക് മാറുകയാണ്. വിലകയറ്റമൊക്കെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സത്യത്തിൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. മുഖ്യമന്ത്രിയുടെ ജില്ലയിലുള്ള ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയുന്നില്ല. അതായത് സമരം നടത്തുന്ന ആളുകൾക്ക് പോലും മര്യാദക്ക് ഒന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമര ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്തോട്ടെ. അപ്പോ പലർക്കും ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഇതിനോടകം തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. വിലകയറ്റവും അവിടെ പ്രതിപക്ഷ നേതാവ് റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പിടിച്ചു നിർത്താൻ എന്താണ് ധനമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി ഡി സതീശന്റെ പ്ലാൻ എന്ന ചോദ്യത്തിന് മുമ്പിൽ മിക്കവാറും വി ഡി സതീശന്റെ മുമ്പിൽ ഒരു പ്ലാനും ഉണ്ടാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTC ജീവനക്കാർക്ക് ഇത്തവണ ശമ്പളം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തെന്നാൽ ഈ സൗജന്യ യാത്ര വനിതകൾക്ക് അനുവദിക്കാൻ പോവുകയാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ഫണ്ട്, അതായത് ഈ ജീവനക്കാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ മേഖല അടച്ചുപൂട്ടി പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ടോ, എങ്ങനെയാകും ആ
ഒരു നഷ്ടം നികത്തുക എന്നുള്ള ചോദ്യം പൊതുവായിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ വി.ഡി. സതീശന്റെ കയ്യിൽ ഉത്തരം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചിട്ട് ഞഞ്ഞാ പിഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയം അവിടെ ചോദിക്കും. കാരണം ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. KSRTCയിലെ ജീവനക്കാർക്കും കുടുംബങ്ങളുള്ളതാണ്. ഈ പറയുന്നത് പോലെ അവർക്ക് പൈസ കിട്ടാതെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിണിയിലാവും. ഈ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ KSRTC എന്ന് പറയുന്ന ആ മേഖലയൊക്കെ ഒരു രീതിയിൽ പച്ച പിടിച്ചു വന്നത്. അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടി വന്നത്. നഷ്ടത്തിലായിരുന്ന KSRTC ലാഭത്തിലായത് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ വീണ്ടും അത് നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ പോവുകയാണോ? അങ്ങനെ എത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല ഈ പ്രതിപക്ഷം എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ആ വിഷയത്തിലും ഒരു ശബ്ദം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവുകയാണ്, പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് പാഠപുസ്തകങ്ങൾ എത്തുന്നില്ല എന്ന് ഈ പറയുന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശന്റെ മുഖത്ത് നോക്കി തന്നെ എന്തായാലും പിണറായി വിജയൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം LDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിലെത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് പ്രശ്നം? അതായത് കുട്ടികളുടെ കയ്യിലേക്ക് പാഠപുസ്തകങ്ങൾ എത്തുകയില്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്കകൾ തുടരുകയാണ്. പഴയതുപോലെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് പഠിക്കേണ്ടി വരുമോ? അന്ത കാലഘട്ടത്തിലേക്ക് ഈ UDF കൊണ്ടുപോകാൻ പോവുകയാണോ എന്നൊരു ഭയം ഇപ്പോൾ തന്നെ പല മാതാപിതാക്കൾക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയ വലിയ രോഗങ്ങൾ നമ്മളെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. കാരണം മുക്കിലും മൂലയിലും ഒക്കെ മാലിന്യങ്ങളും അതും ഇതൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാധനവും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടില്ല എന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളും ഈ സതീശൻ സർക്കാരിനെ വല്ലാതെ പിടിച്ചു കുലുക്കും. മാത്രമല്ല ഈ ആരോഗ്യ മേഖലയിലൊക്കെ ഇനിയിപ്പോ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ വരാനുള്ള സാധ്യതയുണ്ട്, പനി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും നേരിടുക, അതിനൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോ അത്തരം വിഷയത്തിലും സതീശിനെ ഏത് രീതിയിൽ ഉത്തരം പറയും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളീധരൻ അതിന് ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ അത് ഈ സർക്കാർ നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ പല വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ രംഗത്തേക്ക് വരാനും ഈ സതീശനെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് വി.ഡി. സതീശൻ സർക്കാർ ഇന്ദിര ഗ്യാരണ്ടിയിലൂടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ്. സൗജന്യ യാത്ര, വിദ്യാർത്ഥികൾ ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അതുപോലെ തന്നെ ഇന്ദിര ക്യാൻറ്റീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആശമാരുടെ ഈ പറയുന്ന വേതനം എന്ന് പറയുന്നത്, മിനിമം വേതനം ഓണറേറിയം എന്ന് പറയുന്നത് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആശമാരെ സത്യത്തിൽ പറ്റിക്കുകയല്ലേ ചെയ്തത് എന്ന ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പറ്റിക്കുകയല്ലായിരുന്നു എന്ന് മാത്രമല്ല, ആകെ വർദ്ധിപ്പിച്ചത് 3000 രൂപ മാത്രമാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ആശമാർക്കുള്ള വേതനം വർദ്ധിപ്പിച്ച LDF സർക്കാരാണ്. അതിന്റെ അടുത്ത് പോലും എത്താൻ UDF സർക്കാരിന് കഴിഞ്ഞില്ല. അപ്പൊ അതോടെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയ്ക്ക് മുമ്പിൽ വി.ഡി. സതീശൻ എന്തൊക്കെ പറഞ്ഞാലും അവിടെ വി.ഡി. സതീശൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങളും എടുത്ത് പിണറായി വിജയൻ സംസാരിക്കും. അവിടെ ശരിക്കും പ്രതിരോധത്തിലാകും വി.ഡി. സതീശൻ എന്നുള്ളതാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ആകെ വിരളി പിടിച്ച് നിൽക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, മാധ്യമങ്ങൾക്ക് ഇനി ഏത് രീതിയിൽ സതീശനെ സപ്പോർട്ട് ചെയ്യണം എന്നറിയാതെ അവർ നിൽക്കുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പോ ഈ വി.ഡി. സതീശന്റെ ശിങ്കടികളായിട്ടുള്ള മാധ്യമങ്ങൾ പതിയെ പതിയെ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി മാറേണ്ടി വരും. തീർച്ചയായും മാറിയില്ലെങ്കിൽ ജനങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഖജനാവിൽ പൂച്ച പറ്റിയെടുക്കുകയാണെന്നുള്ളൊരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. ആ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ വലിയ സംസാരങ്ങൾ നടക്കുകയും, മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരൊറ്റ മന്ത്രിസഭാ യോഗം കൊണ്ട് തന്നെ വി.ഡി. സതീശന്റെ സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുള്ള, പ്രതിപക്ഷത്തിരുന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ നുണകളും പിണറായി വിജയൻ തുറന്നു കാട്ടും എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രതിപക്ഷത്തിനും സഖാക്കൾക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ UDFന്റെ തനി നിറം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ കഴിയും എന്നുള്ളതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും സഭ ആരംഭിക്കട്ടെ. കൂടുതൽ വാർത്തകളുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.